അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹിഫ്ള് മദ്രസകൾക്ക് അവരുടെ കുട്ടികളുടെ പാഠങ്ങളുടെ റിപ്പോർട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കാനും അത് രക്ഷകർത്താക്കളെ അറിയിക്കാനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ലിദിക്ർ എന്നത്. ഇതിലെ അധ്യാപകരുടെ റോളിൽ, അതായത് ഉസ്താദുമാർക്ക് എന്തൊക്കെയാണ് ഈ ആപ്പിൽ കൺട്രോൾ ചെയ്യാനുള്ളത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇതിലുള്ള അടിസ്ഥാനപരമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉസ്താദിന് സ്വന്തം ക്ലാസ്സിലെയും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുവാദം കിട്ടുന്ന മറ്റ് ക്ലാസ്സുകളുടെയും മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ഒരു പേര് നൽകുക, ടീച്ചർ എന്ന പേര് നൽകുന്നു, സ്വന്തം പേര് അവിടെ ഫുൾ നൽകുക. അതിനുശേഷം ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ ഇമെയിൽ IDയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകാനുള്ള പേജാണ്. OTP നൽകിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപ്രൂവൽ പേജ് വരും. അതിൽ ഒരു പേഴ്സണൽ ID, അതായത് 6 അക്കമുള്ള ഒരു ID ഉണ്ടാകും. അതോടൊപ്പം QR കോഡും കാണും. ഈ QR കോഡ് മാനേജ്മെൻറ്റിൻ്റെ ഫോണിൽ സ്കാൻ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പേഴ്സണൽ ID മാത്രം നൽകിയാൽ മതി. അത് എൻ്റർ ചെയ്തുകൊണ്ടും മാനേജ്മെൻറ്റിന് ഈ ടീച്ചറിനെ അപ്രൂവ് ചെയ്യാൻ സാധിക്കും. മാനേജ്മെൻറ്റ് ടീച്ചറിനെ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ക്ലാസ്സിനെയാണോ മാനേജ്മെൻറ്റ് ഈ ടീച്ചറിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്, ആ ക്ലാസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. അധ്യാപകരുടെ പേജ് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരുന്നത്. ഏറ്റവും മുകളിൽ മദ്രസയുടെ പേര് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആക്റ്റീവ് ക്ലാസ് എന്നതിൽ ഈ അധ്യാപകന് ഏതൊക്കെ ക്ലാസ്സുകളെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നതാണ്. ഇതിപ്പോൾ ക്ലാസ് 1ൻ്റെ ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് 3 കൂടി കൺട്രോൾ ചെയ്യാൻ മാനേജ്മെൻറ്റ് അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 ക്ലാസ്സുകൾ കാണിക്കും. ഇനി ടീച്ചർ ഡാഷ്ബോർഡിലുള്ള പ്രധാനപ്പെട്ട കാര്യം മുകളിലുള്ള ഷെയർ ബട്ടനാണ്. അതായത് ക്ലാസ്സിൻ്റെ മുഴുവനായുള്ള റിപ്പോർട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്ലാസ്സിൻ്റെ മുഴുവനായുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ആബ്സെൻറ്റ് ലിസ്റ്റ് ഇത് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ദിവസത്തേത്, ഇന്നത്തേത്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേത്, അല്ലെങ്കിൽ ഒരു മാസത്തേത്, ഇങ്ങനെ 3 രീതിയിലുണ്ട്. അല്ലെങ്കിൽ കസ്റ്റം ഡേറ്റ്, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഉള്ളത് എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇത് അയക്കാൻ സാധിക്കും. അയക്കുന്നത് PDF ആയിട്ടും ഇമേജ് ആയിട്ടും 2 രീതിയിലും അയക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു അങ്ങനെ അയക്കുകയാണെങ്കിൽ ആ ഡേറ്റിലെ മുഴുവൻ റിപ്പോർട്ട്, ക്ലാസ്സിൻ്റെ മുഴുവൻ കുട്ടികളുടെയും റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. രണ്ടാമതായി അധ്യാപകരുടെ പേജിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സെർച്ച് ബട്ടൺ മുകളിലുള്ളത്. അതിൽ ബൾക്കായിട്ട് റിപ്പോർട്ട് സേവ് ചെയ്യാനാണ്. അതായത് പുതിയ പാഠം, ജുസു പാഠം, പഴയ പാഠം എന്നിങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ ന്യൂ പോർഷൻ എന്നതെടുത്താൽ പുതിയ പാഠമാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും പുതിയ പാഠം അവിടെ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ജൂൺ 5 വെള്ളിയാഴ്ചത്തെ പുതിയ പാഠമാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും നേരെ ആ കുട്ടിയുടേത് സേവ് ചെയ്യുക. ഇപ്പോൾ വരിയാണോ പേജാണോ എന്നത് യൂണിറ്റിൻ്റെ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്പർ എഴുതുക. ഉദാഹരണത്തിന് 1ാമത്തെ കുട്ടിയുടേത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുകയാണ്, ഒരു പേജ് കേൾപ്പിച്ചു എന്ന്. 2ാമത്തെ കുട്ടിയുടെ സെറ്റ് ചെയ്യുകയാണ് 2 പേജ് കേൾപ്പിച്ചു എന്ന്. 3ാമത്തെ കുട്ടിയുടെ സെറ്റ് ചെയ്യുകയാണ് 16 വരി കേൾപ്പിച്ചു എന്ന്. ഈ രീതിയിൽ ഓരോ കുട്ടികളുടെയും സെറ്റ് ചെയ്തു. ഇനി ഇത് ഈ കുട്ടികളുടെ റിപ്പോർട്ടിലേക്ക് ഓപ്പൺ ചെയ്തു പോയാൽ അവിടെ ഇത് സേവ് ആയിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് 2 2 പേജ്, സ്റ്റുഡൻറ്റ് 3 16 ലൈൻ, ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉസ്താദ്മാർക്ക് റിപ്പോർട്ട് ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ ജുസു പാഠത്തിൻ്റെത് ചേർത്തു, ഇത് ഓരോ കുട്ടികളുടേതിലേക്കും പൊക്കോളും. ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോ പാഠം കഴിയുമ്പോൾ മുഴുവൻ കുട്ടികളുടേതും ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി, സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ. ആ രീതിയിലാണ് ഉസ്താദ്മാർക്ക് കൂടുതൽ അത് ഉപകാരപ്പെടുക. ഇനി ഒരു കുട്ടിയുടേത് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചേർക്കണമെങ്കിൽ ആ രീതിയിലും ചേർക്കാൻ സാധിക്കും. ഈ രീതിയിൽ റിപ്പോർട്ട് സേവ് ചെയ്ത് അങ്ങനെ എടുക്കാനും സാധിക്കുന്നതാണ്. അടുത്തത് ഉസ്താദ്മാരുടെ പേജിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുകളിൽ കാണിക്കുന്ന പ്രസൻറ്റ്, ആബ്സെൻറ്റ് എന്നിങ്ങനെ കാണിക്കുന്നത്. അത് മുഴുവൻ ക്ലാസ്സിലെ കുട്ടികളുടെയും ഹാജറിൻ്റെ ടോട്ടലാണ്. ഇപ്പോൾ ഒരു കുട്ടി പ്രസൻ്റാണ്, അതായത് ആ കുട്ടിയുടെ പാഠങ്ങളുടെ റിപ്പോർട്ട് സേവ് ചെയ്തു. അടുത്തൊരു കുട്ടി, ഇതിൽ കുട്ടികളുടെ ആബ്സെൻ്റ് ഇടുകയോ അല്ലെങ്കിൽ ആബ്സെൻ്റ് വിത്തൗട്ട് പെർമിഷൻ ഇടുകയോ ചെയ്താൽ മാത്രമാണ് ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കുക. ബാക്കിയുള്ള എല്ലാം പ്രസൻറ്റ്, ജുസു കംപ്ലീറ്റഡ്, റിവിഷൻ, LSL സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ ലീവ്, ഇതിലെല്ലാം അവധി ഉള്ളതായിട്ട് കണക്കാക്കില്ല. അതായത് ഹാജർ ലഭിക്കും, പക്ഷേ പാഠം സെറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ റിവിഷനിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എത്ര ജുസുവിൽ
കേൾപ്പിക്കേണ്ടതിൽ എത്ര ജുസു കേൾപ്പിച്ചു, ഇത് രണ്ടുമാണ് റിവിഷനിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നോക്കാം. ആ ദിവസം ഹാജറുള്ളതായിട്ട് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. പാഠം സേവ് ചെയ്തതിനും പ്രസൻറ്റ്, അതുപോലെ റിവിഷൻ, ഇത് രണ്ടും പ്രസൻ്റാണ്. മൂന്നാമത്തെ ആബ്സെൻ്റ് ഉള്ള ഒരാളെ മാത്രമാണ് ആബ്സെൻ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഹാജറിൻ്റെ ശതമാനം ചുരുക്കം കാണിക്കുന്നതിൽ ഉള്ള നിയമം. ഇനി അധ്യാപകരുടെ പേജിൽ മാനേജ്മെൻറ്റിൽ നിന്ന് അനുവാദം കൊടുത്ത 2 ക്ലാസ്സുകളും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൻ്റെ റിപ്പോർട്ടും ഇതേ രീതിയിൽ തന്നെ എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി ഈ പേജിൻ്റെ താഴെയുള്ളതാണ് എഡിറ്റ് ബട്ടൺ. അതായത് ഈ ക്ലാസ്സിലെ പുതിയ കുട്ടികളെ ചേർക്കുകയോ അല്ലെങ്കിൽ പേരുകൾ മാറ്റുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഒരു കുട്ടിയെ ചേർത്തു, അതിൻ്റെ പേര് മാറ്റി, ആ പേര് മാറുന്നുണ്ട്. ഇനി ഒരു കുട്ടിയെ റിമൂവ് ചെയ്തു, ഡിലീറ്റ് കൺഫേം ചെയ്താൽ ഡിലീറ്റായി. അതിൽ കൺഫേം ചെയ്യണം, കാരണം മുഴുവൻ റിപ്പോർട്ടും ഡിലീറ്റായി പോകും. ഇനി സെറ്റിങ്സ് ആണുള്ളത്. അധ്യാപകരുടെ സെറ്റിങ്സിൽ വരുന്നത് ആദ്യം പ്രൊഫൈല്, പിന്നെ മദ്രസ കലണ്ടർ, പിന്നെ അപ്രൂവൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സെറ്റിങ്സിലുള്ളത്. ഏറ്റവും മുകളിലുള്ള ടീച്ചർ എന്നെഴുതിയിരിക്കുന്ന ആ ഒരു ഇത് പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ ആദ്യം ഫുൾ നെയിം ഇവിടെ ടീച്ചറിന് കൊടുത്തിരിക്കുന്നു, അത് എഡിറ്റ് ചെയ്യാം. പിന്നെ റോള്, ഇത് ടീച്ചറിൻ്റെ റോളാണ്, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതവിടെ വരും. അതിന് താഴെ ഇമെയിൽ ഐ ഡി നാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തത് അവിടെ വരും. ഇനി മൊബൈൽ നമ്പർ വേണമെങ്കിൽ ചേർക്കാം. OTP കൊടുത്ത് മൊബൈൽ നമ്പർ ചേർത്താൽ മൊബൈൽ നമ്പർ വരും. അതിനുശേഷം മദ്രസയുടെ പേര് അവിടെ വരും. അതിന് താഴെ ക്ലാസ്സിൻ്റെ പേരുണ്ട്. അതിന് താഴെയായിട്ട് ഈ അക്കൗണ്ട് എടുത്തിരിക്കുന്ന യൂസറിൻ്റെ ഒരു യൂസർ ID ആണുള്ളത്. അത് സ്ഥിരമായിട്ടുള്ള ഒരു ID ആണ്. അതിനുശേഷം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതെടുത്ത് കൺഫേം ചെയ്താൽ അക്കൗണ്ട് ഡിലീറ്റ് ആകും. ഇനി ഉസ്താദുമാരുടെ മാത്രം സെറ്റിങ്സ്. പ്രത്യേകമായിട്ടുള്ള ഒരു സൗകര്യമാണ് റിപ്പോർട്ട് റിമൈൻഡർ. അതായത് റിപ്പോർട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു അലാറം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ പ്ലീസ് കംപ്ലീറ്റ് യുവർ ക്ലാസ് റിപ്പോർട്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അതിനുള്ള സമയം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഈ ക്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സമയം സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും ആ ഒരു സമയത്ത് അലാറം വേണം. അത് ഏത് ദിവസം വേണമെന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാം. അത് സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ ആ സമയത്ത് അലാറം വരും. ഇത് ഒന്നിലധികം സമയങ്ങളിൽ വേണമെങ്കിൽ ഇങ്ങനെ ആഡ് റിമൈൻഡർ ഉപയോഗിച്ച് ഒന്നിലധികമാക്കാം. അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. താഴെയുള്ളത് ടെസ്റ്റാണ്. അതായത് ഈ ഒരു സൗകര്യം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പെട്ടെന്നൊന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടി ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അടുത്തത് ഡാർക്ക് തീമാണ്. അതായത് ആപ്പിൻ്റെ തീമിൽ മാറ്റം വരുത്തുന്നത്. പിന്നെ ബയോമെട്രിക് ലോഗിൻ, അതായത് ഫിംഗർ പ്രിൻ്റ് വർക്കാകുന്നുണ്ടോ എന്ന് ഓണാക്കാനാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നീട് ലോഗിൻ ചെയ്യാൻ ഫിംഗർ പ്രിൻ്റ് മാത്രം മതിയാവുന്നതാണ്. അതിന് ഇമെയിൽ ID യോ പാസ്വേഡോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ OTP ഒന്നും നൽകേണ്ടി വരികയില്ല. ഇപ്പോൾ ലോഗ് ഔട്ട് ചെയ്തു, ലോഗിൻ വിത്ത് ബയോമെട്രിക് എന്ന് കൊടുത്തു, ഫിംഗർ പ്രിൻ്റ് വെച്ചു, ഉടനെ ഈ പേജിലേക്ക് വരുന്നതാണ്. ഇതാണ് ഫിംഗർ പ്രിൻ്റ് ലോഗിൻ. അങ്ങനെ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി ഒരു കുട്ടിയുടെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഴുവൻ കാര്യങ്ങളും മാനേജ്മെൻറ്റിൻ്റേത് പോലെ തന്നെയാണ്. മാനേജ്മെൻറ്റിനും ടീച്ചറിനും ഒരേ രീതിയിൽ തന്നെയാണ്. മുകളിൽ കുട്ടിയുടെ പേര് കാണിക്കും. ഇത് ചേർന്ന് കുട്ടിയുടെ പ്രൊഫൈലാണുള്ളത്. അത് ഓപ്പൺ ചെയ്താൽ പ്രൊഫൈൽ കാണിക്കുന്നതാണ്. പിന്നെ പേജിൽ മുകളിലായിട്ട് ഈ കുട്ടി എത്ര ജുസുവും എത്ര പേജും പഠിച്ചു എന്നത് വരും. അത് സെലക്ട് ചെയ്യേണ്ടത് പ്രൊഫൈലിലാണ്. പ്രൊഫൈലിൽ നമ്മൾ സെറ്റ് ചെയ്തു 10 ജുസുവും 2 പേജും പഠിച്ചു എന്ന്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എത്ര ജുസു പഠിച്ചു എന്ന ഭാഗത്ത് ഇത് കാണിക്കും. ഇതിൽ പ്രൊഫൈലിൽ സെറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ ഹിഫ്ല് ഡേറ്റ്, അതുപോലെ അഡ്മിഷൻ ഡേറ്റ്. രണ്ടാമതായി പ്രൊഫൈലിലുള്ളത് ടാർഗറ്റാണ്. അതായത് ഈ കുട്ടി എത്ര പഠിക്കണം എന്നത്. ഇപ്പോൾ ഒരു ദിവസത്തിൽ 1 പേജ് എന്നത് ആ രീതിയിൽ സെലക്ട് ചെയ്യുകയാണ്. ദിവസം, ആഴ്ച, മാസം, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അത് പൂർണ്ണമായി മനസ്സിലാക്കി നമുക്ക് റിപ്പോർട്ട് തരുന്നതാണ്. ഇനി കുട്ടിയുടെ പേര്,
അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ. അതിൻ്റെ താഴെയാണ് നേരത്തെ പറഞ്ഞ അഡ്മിഷൻ ഡേറ്റും ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും. ഇത് ഏറ്റവും പ്രധാനമായും ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഇത് രണ്ടും സെറ്റ് ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കുട്ടിയുടെ കലണ്ടർ വരുന്നതും അതുപോലെ ഈ കുട്ടി പഠിച്ച ഭാഗങ്ങൾ കാണിക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അഡ്മിഷൻ ഡേറ്റും ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും എല്ലാം സേവ് ചെയ്തു. ഈ ഒരു പ്രൊഫൈൽ സേവ് ആയിട്ടുണ്ട്. ടാർഗറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും പഠിച്ച അളവും കാണിച്ചു. താഴെ ടാർഗറ്റ് ഒരു ദിവസം ഒരു പേജാണ് എന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി ടുഡേസ് റിപ്പോർട്ട്, ഇന്നത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഡേറ്റ് വെച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ റിപ്പോർട്ട് ആഡ് ചെയ്യാം. താഴേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു ദിവസത്തെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്താൽ അതിൽ പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ജുസു കംപ്ലീറ്റഡ്, റിവിഷൻ, ആബ്സെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ, ഇത്രയും കാര്യങ്ങളാണ് സെലക്ട് ചെയ്യാനുള്ളത്. ഇതിൽ അടിസ്ഥാനപരമായൊരു വിഷയം ആബ്സെൻ്റ് എന്നതോ ആബ്സെൻ്റ് വിത്തൗട്ട് പെർമിഷൻ എന്നതോ എടുത്താൽ മാത്രമാണ് അന്നത്തെ ദിവസത്തെ ഹാജർ നഷ്ടപ്പെടുക. ഇതല്ലാത്ത വേറെ ഏത് സെലക്ട് ചെയ്താലും അന്നത്തെ ദിവസം ഈ കുട്ടിക്ക് ഹാജർ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുക. ഇതാണ് അടിസ്ഥാനപരമായി ഇതിലെ ഒരു വിഷയം. ഇനി പ്രസൻറ്റ് എന്നതിലാണെങ്കിൽ സാധാരണ ദിവസങ്ങളിലെ പോലെ പാഠങ്ങൾ ആഡ് ചെയ്യാനാണ്. ഇതിൽ എന്തൊക്കെ പാഠങ്ങൾ വേണമെന്നത് റിപ്പോർട്ട് സെറ്റപ്പ് എന്നതിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ക്ലാസ്സിൻ്റെ പേജിലുമുണ്ട്, അതുപോലെ ഒരു കുട്ടിയുടെ പേജ് എടുത്താൽ അതിലുണ്ട്. ക്ലാസ്സിൻ്റെ പേജിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ പുതിയ പാഠത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ലൈനാണോ പേജാണോ അത് സെറ്റ് ചെയ്യാം. ജുസു പാഠത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ലൈനാണോ പേജാണോ, ഇതാണ് അവിടെ കാണിക്കുക ഓരോ കുട്ടിയുടേതിലും. അത് വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഓരോ കുട്ടിക്കും പ്രത്യേകം മാറ്റാൻ സാധിക്കും. എന്നാലും കാണിക്കേണ്ടത് ഏതാണ് എന്നത് ഇവിടെ നിന്ന് കൊടുക്കാം. അടുത്തത് റിവിഷൻ, എത്ര എണ്ണം വേണം, അതായത് പഴയ പാഠങ്ങൾ ഓരോ കുട്ടികൾക്കും എത്ര എണ്ണം വേണം എന്നത് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാം. 2 പഴയ പാഠങ്ങൾ എന്നത് കൊടുത്തു. പഴയ പാഠത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്, പേജാണോ ജുസു ആണോ, ഇത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായി അവിടെ കാണിക്കുമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. ഈ രീതിയിലാണ് പഴയ പാഠത്തിൻ്റെ യൂണിറ്റും വരുന്നത്. അതിനുശേഷം ഇനേബിൾ ലേഡീസ് സ്പെഷ്യൽ ലീവ്, LSL, ലേഡീസ് സ്പെഷ്യൽ ലീവ്, ഇത് ബനാത്തുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഓൺ ചെയ്താൽ ഒരു ദിവസം LSL എന്ന് സെലക്ട് ചെയ്താൽ അന്ന് പാഠങ്ങൾ ചേർക്കേണ്ടതില്ല, പക്ഷേ അന്ന് ഹാജർ ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം റേറ്റിംഗ്, അതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഈ മദ്രസയ്ക്ക് മുഴുവൻ ഈ ഒരു സ്റ്റൈല് സേവ് ആകും. ഇനി ഏതെങ്കിലും ക്ലാസ്സിന് മാറ്റണമെങ്കിൽ മാറ്റാം, ഒരു കുട്ടിക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഒരു കുട്ടിയുടെ റിപ്പോർട്ട് എടുത്തു, ആബ്സെൻ്റ് എന്നത് കൊടുത്താൽ അവിടെ വേറെ ഒന്നും ചോദിക്കുന്നില്ല. LSL എന്നത് കൊടുത്താലും വേറെ ഒന്നും ചോദിക്കുന്നില്ല. ആബ്സെൻ്റ് വിത്തൗട്ട് പെർമിഷനിലും മറ്റൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ LSL എന്നത് ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കുകയില്ല, ഹാജറുള്ളതായിട്ടാണ് കണക്കാക്കുക. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ പ്രത്യേകം നൽകിയിട്ടുള്ളത്. ഇനി പാഠങ്ങൾ നൽകുന്ന ദിവസങ്ങൾ, പാഠങ്ങളുള്ള ദിവസങ്ങൾ, പ്രസൻറ്റ്, ജുസു കംപ്ലീറ്റ് ചെയ്തത്, റിവിഷൻ, ഈ 3 രീതിയിൽ പാഠങ്ങളുടെ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കും. റിവിഷൻ ആണെങ്കിൽ ഒരു ദിവസം എത്ര ജുസു കേൾപ്പിക്കേണ്ടതാണ്, അതിൽ എത്ര കേൾപ്പിച്ചു എന്നത് ഇത് രണ്ടും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 4 ജുസു കേൾപ്പിക്കേണ്ടതിൽ 3 ജുസു എന്നത് സെറ്റ് ചെയ്ത് സേവ് ചെയ്താൽ റിവിഷൻ്റെ ദിവസമായി, ദൗറയുള്ള ദിവസമായിട്ട്, പുതിയ പാഠം ഇല്ലാത്ത ദിവസമായിട്ട് സേവ് ആകും. ഇനി പ്രസൻറ്റ് എന്നത് സെലക്ട് ചെയ്താൽ അവിടെ എല്ലാ പാഠങ്ങളും രേഖപ്പെടുത്താൻ സാധിക്കും. പുതിയ പാഠത്തിൻ്റെ യൂണിറ്റ്, ലൈൻ എന്നത് അവിടെ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കാണിച്ചത്. വേണമെങ്കിൽ പേജ് എന്നതാക്കാം. ഇനി തെറ്റിയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള തെറ്റ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ 13 ലൈൻ എന്നത് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാണ്. പ്രസൻറ്റ് എമൗണ്ട്, അതായത് ജുസു പാഠം 1 ജുസു, പഴയ പാഠം ഒന്നാമത്തേത്, അതിന് 1 എന്ന എമൗണ്ട് കൊടുത്തു. അതുപോലെ രണ്ടാമത്തെ പഴയ പാഠത്തിന് 10 പേജുകൾ എന്ന് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ പഴയ പാഠം 1 ജുസു, രണ്ടാമത്തെ പഴയ പാഠം 10 പേജ്. റേറ്റിംഗ് വേണമെങ്കിൽ ഇത് ഓണാക്കിയിട്ട് എത്ര നല്ല രീതിയിൽ പാഠം കേൾപ്പിച്ചു എന്ന് കൊടുക്കാം. അങ്ങനെ സേവ് ചെയ്തു. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറി, ഒരു ചുരുക്കം ഇവിടെ ഈ കുട്ടിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ചുരുക്കി കാണിക്കുന്നുണ്ട്.
ഇതിൽ പുതിയ പാഠം 13 വരിയാണ്. ടാർഗറ്റ് 87%. അതായത് ഒരു പേജ് കേൾപ്പിക്കേണ്ടതിൽ 13 ലൈൻ എന്ന് പറയുമ്പോൾ അത് 87%. അതുകൊണ്ടാണ് 87% ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് കാണിക്കുന്നത്. ഈ രീതിയിൽ ടാർഗറ്റ് പൂർണ്ണമായി മനസ്സിലാക്കി, ഇനി മന്ത്ലി ടാർഗറ്റാണ് കൊടുത്തെങ്കിലും അതെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് എത്ര ശതമാനമാണ് എന്ന് കാണിക്കും. അത് രക്ഷകർത്താവിന് കാണാൻ സാധിക്കുകയും ചെയ്യും. പൂർണ്ണമായും അത് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. ഇനി ജുസു കംപ്ലീറ്റഡ് എന്നതാണെങ്കിൽ അതിൽ പാഠങ്ങളെല്ലാം സേവ് ചെയ്യുന്നതിനോടൊപ്പം എത്രാമത്തെ ജുസുവാണ് കംപ്ലീറ്റ് ആക്കിയത് എന്ന് കൊടുക്കാം. അതനുസരിച്ച് മുകളിൽ പഠിച്ചതിൻ്റെ അളവ് തനിയെ മാറുന്നതാണ്. 11ാമത്തെ ജുസു കംപ്ലീറ്റ് ചെയ്തു എന്ന് കൊടുത്തു, മുകളിൽ 11 ജുസു പഠിച്ചു എന്ന് വന്നു. ഒരു ജുസു പൂർത്തിയായി കഴിഞ്ഞാൽ ആ ജുസു പൂർണ്ണമായി കേൾപ്പിക്കുക എന്നൊരു കാര്യമുണ്ട്. അത് പെൻഡിങ് ആണോ അതോ കംപ്ലീറ്റഡ് ആണോ, അതും കൂടി ജുസു കംപ്ലീറ്റഡ് എന്ന റിപ്പോർട്ട് കൊടുക്കുമ്പോൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഓരോ കുട്ടിയുടെയും കലണ്ടറുണ്ട്. താഴെ നിന്നും കലണ്ടർ ഓപ്പൺ ചെയ്യാം. കലണ്ടർ ഓപ്പൺ ചെയ്താൽ അതിൽ ഈ മദ്രസയുടെ ലീവുകൾ, എക്സാമുകൾ അതെല്ലാം രേഖപ്പെടുത്തിയത് ഓരോ കുട്ടിയുടെയും കലണ്ടറിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ ഓരോ കുട്ടിയുടെയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്കവും ഈ കലണ്ടറിൽ കാണാൻ സാധിക്കും. അതായത് ക്ലാസ് ദിവസം, മദ്രസ ലീവ്, സ്പെഷ്യൽ ലീവ്, എക്സാം എന്നത് മദ്രസ കലണ്ടറിൽ രേഖപ്പെടുത്തിയാണ്. ആബ്സെൻറ്റിൻ്റെ റെഡ് ഡോട്ട്, ഇത് ഡേറ്റിന് താഴെ ചെറിയ ഡോട്ടായിട്ട് വരും ആബ്സെൻറ്റ് ദിവസമാണെങ്കിൽ. പ്രസൻറ്റ് സാധാരണ പോലെ പാഠം കേൾപ്പിച്ചാണെങ്കിൽ ആ രീതിയിൽ ഒരു ഡോട്ട് കാണിക്കും. അതുപോലെ റിവിഷൻ, ജുസു കംപ്ലീറ്റഡ്, LSL ഇതിനെല്ലാം ഓരോ ഡോട്ട് പല കളറിൽ കാണിക്കും. ഇതിലൂടെ ആ കുട്ടിയുടെ ആ ദിവസങ്ങളിലെ മുഴുവൻ റിപ്പോർട്ട് കലണ്ടറിൽ നോക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നാണോ അതുവരെയുള്ള കലണ്ടർ നമുക്ക് ഒരു കുട്ടിയുടെ പേജിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിലേത് ദിവസം വേണമെങ്കിലും സെലക്ട് ചെയ്ത് റിപ്പോർട്ട് ചേർക്കാനും ആ റിപ്പോർട്ട് കാണാനും സാധിക്കും. ഈ രീതിയിലാണ് കലണ്ടർ. ഇനി ഒരു ദിവസം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ സാധാരണ രീതിയിൽ റിപ്പോർട്ട് ചേർക്കാനുള്ള എല്ലാ ഓപ്ഷൻസും അതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ റിപ്പോർട്ട് സെറ്റപ്പിൽ ഒരു കുട്ടിയുടേത് വേണമെങ്കിൽ മാറ്റാം. ഇതിപ്പോൾ ഫുൾ മദ്രസയ്ക്ക് വേണ്ടി ഒരു രീതി, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് ഒരു രീതി, അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു രീതി, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും റിപ്പോർട്ട് സെറ്റപ്പ് മാറ്റാനുള്ള റിപ്പോർട്ട് സെറ്റപ്പ് എന്നതാണ് രണ്ടാമതായി കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ കുട്ടികളുടെ പേജിലും ഉണ്ട്, ക്ലാസ്സിൻ്റെ പേജിലും ഉണ്ട്. ഇനി എക്സ്പോർട്ട് PDF, അതായത് ഷെയർ ബട്ടണിൽ നിന്നും കുട്ടിയുടെ റിപ്പോർട്ട്, അത് ഒരു ദിവസത്തെ റിപ്പോർട്ടോ ഒരാഴ്ചത്തെ, ഒരു മാസത്തെ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡേറ്റിലെ റിപ്പോർട്ട് PDF ആയോ ഇമേജ് ആയോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. രണ്ടാമത്തത് ഈ കുട്ടിയുടെ ഹാജർ പെർസെൻറ്റേജ്, അതായത് ഈ കുട്ടി എത്ര ആബ്സെൻ്റ് ആയി എന്നതിനെ കണക്കാക്കി ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. അതിന് മുഴുവൻ ക്ലാസ് ദിവസങ്ങൾ എത്രയായിരുന്നു എന്നത് കൊടുക്കണം, അല്ലെങ്കിൽ അക്കാഡമിക് ഇയർ സെറ്റ് ചെയ്യണം. അപ്പോൾ മുഴുവൻ ക്ലാസ് അത് കലണ്ടറിൽ നിന്ന് ഇത്ര ദിവസമാണ് മുഴുവൻ ക്ലാസ് നടന്നതെന്ന് കൊടുത്താൽ അതിൽ ഇപ്പോൾ ആബ്സെൻ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് 100% ഹാജരെന്ന് കാണിക്കും. അതും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ഹാജർ പെർസെൻറ്റേജ് ഓരോ കുട്ടികളുടേതും എടുക്കാൻ സാധിക്കും. ഇനി ഒരു കുട്ടിയുടെ പേജിൻ്റെ ഏറ്റവും താഴെ പഴയ റിപ്പോർട്ടുകളുടെ എല്ലാം താഴെ ചേഞ്ച് ക്ലാസ് എന്നൊരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റുക എന്നതാണ്. ഇതിപ്പോൾ ക്ലാസ് 1 സ്റ്റുഡൻറ്റ് 1 മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ ക്ലാസ് 1 സ്റ്റുഡൻറ്റ് 1 മാറി ക്ലാസ് 2 മാറി. ഇവിടെ 2 സ്റ്റുഡൻറ്റ് 1 വന്നു. ആ കുട്ടിയുടെ മുഴുവൻ റിപ്പോർട്ടും ഇവിടേക്ക് വന്നു. അതാണ് പ്രത്യേകത. പഴയ എത്ര റിപ്പോർട്ടുണ്ടോ, പ്രൊഫൈലിൽ എന്തൊക്കെ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും കൂടി പുതിയ ക്ലാസ്സിലേക്ക് മാറും. ആ രീതിയിൽ കുട്ടിയെ ക്ലാസ് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ചേഞ്ചിങ് ഓപ്ഷൻ ഉള്ളത്. ഇതും ഒരുപാട് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു കുട്ടിയുടെ പ്രൊഫൈലിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പേജ് വരിക. ഒരു കുട്ടിയുടെ പേരിന് മുകളിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൊഫൈൽ വരിക. ഇതിൽ സാധാരണ പ്രൊഫൈലിനോടൊപ്പം ഫീസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരും. അതായത് ഓരോ മാസങ്ങളിലേതും ഒരു വർഷത്തിലെ ഓരോ മാസങ്ങളിലേതും നമുക്ക് നേരത്തെ രേഖപ്പെടുത്താൻ സാധിക്കും. പെയ്ഡ് ആണോ
അതുപോലെ പെൻഡിങ് ആണോ എന്ന്. ഇത് കുറേ മാസത്തെയൊക്കെ പെൻഡിങ് ആണെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ സഹായകരമാകും. ഇപ്പോഴത്തെ മാസത്തേതാണ് ആ കുട്ടിയുടെ പേരിന് നേരെ കാണിക്കുന്നത്. പഴയ മാസങ്ങളിലേത് അതിൽ നിന്ന് മാറ്റണം. ഇനി ഈ കുട്ടിയെ പഴയ ക്ലാസ്സിലേക്ക് തന്നെ ഒന്ന് മാറ്റിയിട്ട് ക്ലാസ് 1 സ്റ്റുഡൻറ്റ് 1 തന്നെ ആക്കിയിട്ട് ഈ കുട്ടിയുടെ ഫീസിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം മാറ്റി നോക്കാം. ഇത് പേരൻറ്റിനെ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ജനുവരി മുതൽ മാർച്ച് വരെ പെയ്ഡാണ്, ഏപ്രിലിലെ പകുതി അടച്ചു, മെയ്യിലെ മുഴുവൻ പെൻഡിങ് ആണ്. ഇങ്ങനെയാക്കി സേവ് ചെയ്തു. ഇപ്പോൾ മെയ്യിലെ അവസ്ഥ മാത്രമാണ് ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നത്. ബാക്കി മാസങ്ങളിലേത് ഉൾപ്പെടെ പേരൻറ്റിന് കാണാൻ സാധിക്കും. ഇവിടെ കുട്ടിയുടെ പേരിന് താഴെ തന്നെ ചെറിയ രീതിയിൽ പാഠങ്ങളുടെ ഒരു സമ്മറി ഉണ്ട്. പുതിയ പാഠം, ജുസു പാഠം, റിവിഷൻ 1 1 ജുസു, റിവിഷൻ 2 10 പേജ്. അതിന് താഴെ പേരൻറ്റ് ഈ റിപ്പോർട്ട് കണ്ടോ ഇല്ലയോ എന്നൊരു കാര്യവും കൂടി മനസ്സിലാകും. പേരൻറ്റ് നോട്ട് ഓപ്പൺഡ് എന്ന് ഇപ്പോൾ ഉണ്ട്. ഇനി പേരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതെടുത്ത് വ്യൂ എന്നത് നൽകി ഓപ്പൺ ചെയ്താൽ ഇവിടെ പേരൻറ്റ് ഓപ്പൺ ചെയ്തു എന്നും സമയവും കാണിക്കും. അത് ഈ ഒരു പേജിലും പേരൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നത് കാണാനുള്ള ഓപ്ഷനുണ്ട്. അധ്യാപകരുടെ അപ്രൂവൽ പേജ് ഇങ്ങനെയാണ്. ഇതിൽ ഒന്നുകിൽ QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ രക്ഷകർത്താവ് നൽകുന്ന 6 അക്ക കോഡ് നൽകുക. ഇപ്പോൾ ഒരു രക്ഷകർത്താവിന് ലഭിച്ച 6 അക്ക കോഡ് ഇവിടെ നൽകുകയാണ്. ഇങ്ങനെ ഒരു കോഡ് അത് രക്ഷകർത്താവിന് ലഭിച്ചിട്ടുണ്ടാകും. ആ കോഡ് ഇവിടെ നൽകി ലുക്കപ്പ് എന്നത് നൽകുമ്പോൾ ആ രക്ഷകർത്താവ് എന്ത് പേരിലാണ്, എന്ത് റോളാണ് എന്ന് ഇവിടെ കാണിക്കുന്നതാണ്. ഇതിൽ നിന്നും ഈ രക്ഷകർത്താവ് ഏത് ക്ലാസ്സിലെ കുട്ടിയുടേതാണ് എന്ന് ക്ലാസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ക്ലാസ് 1 എടുത്തു, എന്നിട്ട് ആ ക്ലാസ്സിലെ ഏത് കുട്ടിയുടേതാണ്, അപ്പോൾ സ്റ്റുഡൻറ്റ് 1ൻ്റേതാണ്. ഇത്രയും സെലക്ട് ചെയ്തിട്ട് അപ്രൂവ് കൊടുക്കുമ്പോൾ ഈ മദ്രസയിലെ ഈ ക്ലാസ്സിലെ ഈ കുട്ടിയുടെ രക്ഷകർത്താവായിട്ട് ആ രക്ഷകർത്താവിനെ തിരഞ്ഞെടുക്കപ്പെടും.